ഈ സംസ്ഥാനത്ത് മൂന്നാം ചേരി അതായത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ ശക്തമായതിനു ശേഷം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. നമുക്കറിയാമല്ലോ, നേരത്തെയൊക്കെ 11-12% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ബി.ജെ.പിയും എൻ.ഡി.എയും. അതുപോലെ വടക്ക് മഞ്ചേശ്വരത്ത് വിജയിച്ചു വന്നാലായി, തോറ്റാലായി. തെക്ക് നേമത്ത് വിജയിച്ചു വന്നാലായി, തോറ്റാലായി. ഇതിനപ്പുറത്തേക്ക് ബി.ജെ.പി ഒരു വളർച്ച കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-12 വർഷക്കാലം കാണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആകെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പാർട്ടി ബി.ജെ.പി ആണ്, എത്തിയ മുന്നണി എൻ.ഡി.എ ആണ്. അതുപോലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്.